എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് 4-5 പേരെ കാണിക്കുന്നു. അവര് തലയില് എന്തോ ഒരു സാധനമൊക്കെ കമഴ്ത്തി ഇപ്പൊ ഹിഡൻ ലീഫ് വില്ലേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അപ്പൊ നടന്നു പോകുന്ന ചേട്ടന്മാര് നമ്മുടെ ഇടയിൽ ആരെയോ ഒരാളെ കാണാനില്ല. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോയി കിടക്കും. അപ്പൊ ഒരുത്തൻ കറങ്ങി കറങ്ങി അവരുടെ മുൻപിൽ വന്ന്, നിങ്ങളാണോ വസാബി ഫാമിലിയിൽ പെട്ടവർ? അവൻ ഉടനെ നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ ഷിനോബിയുടെ അതേ പവറിലേന്ന് അവരുടെ അടുത്ത് ചോദിക്കും. ഉടനെ അവര് കത്തിയെടുത്ത് അവനെ കുത്താൻ നോക്കുമ്പോ നമ്മുടെ ആളാവട്ടെ വേണ്ട വേണ്ട എന്നും പറഞ്ഞ് ബാക്കോട്ട് പോകും. പക്ഷെ അവന്റെ കൺട്രോൾ പോയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാപ്പ് അവൻ മേലേക്ക് വെട്ടി തിരിച്ചെറിയും. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് സൂചികൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും നെഞ്ചത്ത് കുത്തി ഇറങ്ങും. അതില് വീണ് കിടക്കുന്ന ഒരുത്തൻ എണീറ്റ് എങ്ങനെയെങ്കിലും ലീഫ് വില്ലേജില് ഈ ഒരു ലെറ്റർ എത്തിക്കണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ വേറൊരുത്തിനെ കാണിക്കും. അവൻ മരത്തിന്റെ മേലെ ഇരുന്ന് എന്തോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെയാണ് നേരത്തെ ആ ഒരു സംഘം കാണുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു വിരുദ്ധൻ. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവർക്കിപ്പോ പുതിയൊരു മിഷൻ വന്നിരിക്കുകയാണ്. പക്ഷെ ഇന്ന് അവരോടൊപ്പം കാക്കാഷി ഇല്ല. അവൻ എവിടെ പോയിന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ അപ്പോഴാണ് ഒക്കാഗെ ആന്റി പറയാ, കാക്കാഷിക്ക് ഓൾറെഡി ഒരു ടാസ്ക് കൊടുത്തു. സോ നിങ്ങൾക്ക് ഇപ്പൊ ബി ലെവൽ മിഷൻ ആണ് തന്നിരിക്കുന്നത്. വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ആന്റി പറയും, നിങ്ങളൊരാളെ സുരക്ഷിതമായിട്ട് മറ്റൊരിടത്ത് എത്തിക്കണം. അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഒരു പക്ഷേ ഈ ഒരു ബി ലെവൽ മിഷൻ എ ലെവൽ മിഷനായിട്ട് മാറാം. ലാൻഡ് ഓഫ് ലീഡില് സെറിമണി നടക്കുന്ന അതേ സമയത്ത് നമ്മളോട് അവർ ഷിനോബീസിനെ ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ഇത്തവണ സീക്രട്ട് സ്ക്രോളുമായിട്ട് അവർ ലീഫ് വില്ലേജിലേക്ക് വരുന്ന അതേ സമയത്ത് ഓപ്പണൻസ് അവരെ അറ്റാക്ക് ചെയ്തു. അപ്പൊ സാക്കുറ പറയും, എനിക്കൊന്നും മനസ്സിലായില്ല, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? അപ്പൊ ആന്റി ഒരു തുറക്കുചീട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ജിറോജി മാസ്റ്ററിന്റെ അടുത്ത് എത്തണം. ആള് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും തരുമെന്ന് അവരുടെ അടുത്ത് പറയും. ആന്റിയോട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ 3 വേന്ദ്രന്മാരും നടന്ന് മറ്റൊരു വില്ലേജിലെത്തും. അപ്പോഴാണ് കുട്ടപ്പൻ അടുത്ത് ഒരു റെസ്റ്റോറന്റ് കാണാം. ഈ കുട്ടപ്പന് എപ്പോഴും വിശപ്പാണ്. മാത്രമല്ല അടുത്ത റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കട്ട് ചെയ്ത ഒരു ചേട്ടൻ വായിൽ ചുരുട്ടൊക്കെ വലിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് കഥയുടെ തുടക്കത്തിൽ കണ്ട എല്ലാവരെയും സൂചി വെച്ച് അടിച്ചിട്ട ആ ഒരു പയ്യൻ, അവൻ ചുരുട്ട് വലിക്കുന്ന ചേട്ടന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ജിറോച്ചി ഗ്രൂപ്പ് അവര് വീണ്ടും ആ റേസ് നടത്താൻ പോവാണ്. മാത്രമല്ല ഒരുപാട് ഷിനോബീസിനെ അവരതിനു വേണ്ടി വിലക്കെടുത്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കുട്ടപ്പനും ടീംസുമാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് കോഫി ഷോപ്പില് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോ അടുത്തു നിന്ന് ഏതോ ഒരുത്തൻ, നിങ്ങൾ ലീഫ് വില്ലേജിൽ പെട്ട നിഞ്ചാസ് അല്ലേന്ന് നമ്മുടെ ആൾക്കാരോട് ചോദിക്കും. അവൻ കലിപ്പടിച്ചെഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ പറയാൻ തുടങ്ങും. മാത്രമല്ല അവൻ സാക്കുറെ ഫോക്കസ് ചെയ്യും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എഴുന്നേറ്റ് നിന്ന് അവന്റെ അടുത്ത് ചൂടാവാൻ തുടങ്ങും. അപ്പൊ വില്ലൻ അവളെ നോക്കി ഒരു ലുക്ക് വിടുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് അവന്റെ പേര് പറയും, ഞാൻ മൊറീനോ. അപ്പൊ കുട്ടപ്പൻ കലിപ്പായിട്ട് സാക്കുറ അടുത്ത് നിന്ന് മാറി നിന്നോ അല്ലെങ്കിൽ ഞാൻ തെറി വിളിക്കുമെന്ന് പറയും. വാവ് സാക്കുറ, നിന്റെ കൂടെ ഇരിക്കുമ്പോ ഞാൻ ഈ ലോകം മറക്കുന്നു. എന്റെ കൂടെ ഇരിക്കുമ്പോ നീ മറക്കുന്നുണ്ടോ? നിന്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മുജ്ജന്മത്തില് നമ്മൾ ഭാര്യയും ഭർത്താവുമാണോ, അതോ നീ എന്റെ വേലക്കാരിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അവൻ ചളിയടിക്കുമ്പോ കുട്ടപ്പന് കലിപ്പടിക്കും. നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല, ഇടിച്ച് സൂപ്പാക്കുന്നു പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോ വില്ലൻ ചേട്ടൻ നിന്നെടുത്ത് ആളുടെ പൂട പോലും ഉണ്ടാവൂല. കുട്ടപ്പൻ വണ്ടടിച്ച് അവൻ എവിടെ പോയി, നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവിടെ സാസുകയും കിളി പോയിട്ടിരിക്കുകയാണ്. അപ്പൊ സാക്കുറയ്ക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് അവള് ടേബിളിൽ തലവെക്കും. എന്നിട്ട് പതിയെ അവന്റെ ദിശ കണ്ടെത്താൻ ശ്രമിക്കും. അവനിവിടെ അടുത്തെവിടെയുണ്ട്, തീർച്ചയായിട്ടും നമുക്കവനെ പിടിക്കാൻ കഴിയുമെന്ന് സാക്കുറ പറയുമ്പോ, സാക്കുറ ഓടിവായോ, നമുക്കവനെ പിടിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ 3 പേരും കൂടെ അവന്റെ പുറകെ ഓടും. അവന്റെ സ്പീഡില് അവർക്കൊപ്പം എത്താൻ കഴിയാതാവുമ്പോ കുട്ടപ്പൻ പറയും, അവൻ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനല്ല, വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നിഞ്ച തന്നെയാണ്. ഇവിടെ വില്ലൻ പയ്യനാവട്ടെ ഞാൻ എല്ലാവരെയും പറ്റിച്ചു എന്നും പറഞ്ഞ് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സ്പീഡിലോടി കാലും വഴുതി ചന്തയും കുത്തി താഴെ വീഴും. അപ്പൊ കുട്ടപ്പം മാസായിട്ട് നീ അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്, എങ്ങനെ ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് PT ഉഷയെ തോപ്പിക്കാന്ന് പറയും. അപ്പൊ വില്ലന് പണി കിട്ടിയെന്ന് മനസ്സിലായിട്ട് അവൻ മുട്ടുമടക്കിയിട്ട്, ഞാൻ പാവമാണ്, 1ാം ക്ലാസ്സിൽ 2 വട്ടം തോറ്റപ്പോ മുതല് എനിക്ക് പ്രാന്തായതാണ്, എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ല, ആക്ച്വലി എന്റെ പേഴ്സ് അത് കാണാതെ പോയി, അത് അന്വേഷിച്ചാണ് ഞാൻ വന്നത്. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ, അത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അവന്റെ തലയിലേക്ക് എന്തോ ഒന്ന് വന്നു വീഴും. അപ്പൊ അവൻ ചാടി വീണ് ആ സാധനം തട്ടി അങ്ങോട്ട് എടുക്കും.
ഇതെന്റേതാണ്, എന്റെ പേഴ്സ്. അവന്റെ കാലില് കുറച്ച് വെയിറ്റ് കെട്ടിവെച്ചിട്ടുണ്ട്. അത് അഴിച്ചുവിട്ട് 1 2 3 എന്ന് പറയുമ്പോ അവൻ ശൂന്യാകാശത്തിലേക്ക് പൊന്തിപ്പോവും. അപ്പൊ അവന്റെ കാലിലെ ആ ഒരു കട്ട താഴെ വീണ് അവിടെ മുഴുവൻ പൊടി പറക്കും. കമോൺ കമോൺ, ഓട് ഓട്, എന്നെ കൊണ്ട് പറ്റുന്നു പറഞ്ഞ് അവൻ വീണ്ടും ഡബിൾ സ്പീഡിൽ ഓടും. അവൻ ഒടുക്കത്തെ സ്പീഡാണ്. ഓടിയാൽ തീർച്ചയായിട്ടും നമുക്ക് അവനെ പിടിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം കൈ കിട്ടിയാല് ഞാൻ അവനെ ഇടിച്ച് ചമ്മന്തിയാക്കുമെന്ന് കുട്ടപ്പൻ പറയും. പിന്നീട് 3 പേരും കൂടി ഒരു ടാക്സി പിടിച്ച് ജിറോജിയുടെ അടുത്ത് വരും. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവന്റെ തള്ളു തുടങ്ങും. ഞാൻ അവിടെ ജനിച്ചതാണ്. എന്റെ വയറ്റില് വലിയൊരു സാധനമുണ്ട്. മാത്രമല്ല എനിക്ക് ഭയങ്കര പവറാണ്. ഒരുപാട് ചുന്ദരികൾ എന്റെ പുറകെ വന്നിട്ടും ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വന്നവരെയും ഉണ്ടായിരുന്നവരെയും എല്ലാവരെയും വെറുപ്പിക്കും. അപ്പൂപ്പൻ ജിറോജിക്ക് നമ്മുടെ കുട്ടപ്പനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. കുട്ടപ്പൻ ഓൾറെഡി ഒരരപ്പിരി പോയതാണല്ലോ. അവരങ്ങനെ ഫണ്ണി ആയിട്ട് സംസാരിക്കുമ്പോ സാസുകെ ആവട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തിനാണ് 5th ഹൊക്കാഗെ അങ്ങേ വന്ന് കാണാൻ പറഞ്ഞത്? ഞങ്ങളുടെ യഥാർത്ഥ ടാസ്ക് അതെന്താണ്? അപ്പോൾ ജിറോജി മാമൻ പറയും, ആക്ച്വലി ഇവിടെ വലിയൊരു സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. അതിന് സഹായിക്കാനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയും. ഒരുപാട് മുൻപ്, അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് വലിയൊരു ദുഷ്ടശക്തിയെ നിയന്ത്രിക്കാനായിട്ട് ട്രൈക്കോ ജിപ്സുവെ ഇവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ അടക്കി. അതിന്റെ അനുസ്മരണാർത്ഥം എല്ലാ വർഷവും അവിടെ ഓരോരോ പരിപാടികൾ അവർ നടത്താൻ തുടങ്ങി. അപ്പൊ നടക്കുന്ന പന്തയത്തില് ആര് ജയിക്കുന്നോ അവനാണ് മാൻ ഓഫ് ദി ഇയർ. പക്ഷെ പോകെ പോകെ ആ മത്സരത്തിന്റെ ആകെ ചിത്രം മാറിപ്പോയി. ഗ്രാമത്തിലുള്ള 2 ടീമുകൾ തമ്മിൽ എപ്പോഴും ഫൈറ്റ് നടക്കാൻ ആരംഭിച്ചു. ഇത് കാരണം ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായപ്പോ അവര് ഗ്രാമത്തെ വിളിച്ചുകൂട്ടി വലിയൊരു മീറ്റിംഗ് തന്നെ സംഘടിപ്പിച്ചു. അതില് ഗ്രാമത്തിൽ ഇനി ഒരിക്കലും ആവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ഫൈറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർ മത്സരിച്ച് ജയിക്കണം. അങ്ങനെ അന്ന് തീരുമാനിച്ച ആ ഒരു മത്സരമാണ് ഇപ്പം നടക്കാൻ പോകുന്ന ആ ഒരു സെറിമണി. 4 വർഷം കൂടുമ്പോഴാണ് ഈ സെറിമണി നടക്കുക. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം വഗാർഷി ടീം ഷിനോബീസിനെ കയ്യിലെടുത്ത് അന്ന് വിജയം നേടി. അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്തതെന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണം. ഇതെന്റെ അപേക്ഷയാണെന്ന് പറഞ്ഞ് ആള് കാൽക്കൽ വീഴും. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആളുടെ അടുത്ത് ചോദിക്കും. അതേ സമയത്ത് ലോങ് ഷോട്ടിൽ നിന്ന് ഒരുത്തൻ ചാടി കയറി വരും. അത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വില്ലൻ മൊറീനോ പയ്യൻ. ചെറുക്കൻ വില്ലനൊന്നും അല്ലെങ്കിലും ചെറിയ വില്ലത്തരങ്ങളൊക്കെ അവന്റെ കയ്യിലുണ്ട്. കുട്ടപ്പൻ അവനെ കണ്ടപ്പോ തന്നെ കലി കയറി പൊരിഞ്ഞ അടി ഇടി ബഹളം. മൊറീനോ നൈസായിട്ട്, ഞങ്ങളുടെ ബോസ് അത്ര ചില്ലറക്കാരനല്ല, ആരുടെയും കാലില് അവനത്ര പെട്ടെന്നൊന്നും വീടില്ല എന്ന് വലിയ വീമ്പ് പറയും. അയാൾ തല കുനിച്ചാലും കുനിച്ചില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിന്നെ പോലുള്ള ഊളന്മാർക്ക് സെക്യൂരിറ്റി നിൽക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുമ്പോ മൊറീനോക്ക് ഈഗോ അടിച്ച് കുട്ടപ്പനുമായിട്ട് വീണ്ടും അടിയിടാൻ തുടങ്ങും. നിനക്കൊരിക്കലും ഞങ്ങളെക്കുറിച്ച് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹൊക്കാഗെ ഉള്ളത്. അപ്പൊ അവൻ പറയും, ഒരിക്കലുമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള് ജിറോജിയാണ്. അങ്ങനെ 1ന് 50 പറഞ്ഞ് 100 പറഞ്ഞ് നമ്മുടെ ആൾക്കാർ കൂട്ടത്തല്ല ആരംഭിക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ സാക്കുറ ആവട്ടെ പർച്ചേസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് വരുമ്പോ അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വില. നമ്മുടെ സാക്കുറ ഞെട്ടിയിട്ട് ഇതെന്താ ഇങ്ങനെയും ചോദിക്കുമ്പോ ആക്ച്വലി അവർ ഇന്നേ വരെ ഇത്രയും വിലയ്ക്ക് സാധനങ്ങളൊന്നും വിറ്റിട്ടില്ല. പക്ഷെ വഗാറഷി ഫാമിലി അവര് ജയിച്ച അന്ന് മുതല് അവരിങ്ങനെയാണ് കച്ചവടം നടത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞ ആ മത്സരത്തില് ആര് ജയിക്കുന്നോ അവര് പറയുന്നതാണ് ഇവരെല്ലാവരും കേൾക്കേണ്ടത്. അപ്പൊ തൊട്ടടുത്തായിട്ട് വഗാർഷി ഫാമിലിയിലെ 2-3 പേര് ഒരു കടക്കാരനെ എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കലിപ്പായ കാക്കാഷി ആവട്ടെ അവരെ തടഞ്ഞു നിർത്തും. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നു പറയുമ്പോ അവന്മാര് നമ്മുടെ സാസുകയുടെ നെഞ്ചത്തേക്ക് തട്ടിക്കയറാൻ തുടങ്ങും. അപ്പൊ ദൂരെ നിന്ന് ഒരുപാട് ചേച്ചിമാര് സാസുകയോട് ഓടിക്കോ എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ പെണ്ണ് സാക്കുറ അവരെ തടഞ്ഞു വെച്ച് ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് നോക്കിയിരുന്ന് കണ്ടോളൂ എന്ന് പറയും. പെട്ടെന്ന് ബോംബ് പൊട്ടുന്ന സൗണ്ടില് 5-6 ഒച്ച അവിടുന്ന് ഇവിടുന്ന് കേൾക്കും. ഗുണ്ടാണ്ടന്മാരുടെ കാലും കൈയും ഒടിഞ്ഞ് അവര് പരസ്പരം തൂക്കിയെടുത്ത് അവിടുന്ന് പോകും. അവിടെയുള്ള ജനങ്ങളെല്ലാം ഇപ്പൊ എങ്ങനെയെങ്കിലും വസാബി ഫാമിലി ജയിക്കണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത മൊറീനോ ആവട്ടെ എന്തോ ഒരു ഡെപ്പി എടുത്ത് ബോസിനെ കാണിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആ ഷിനോബികളുടെ അടുത്ത് പറയണ്ടെന്ന് അവൻ പറയും. എനിക്കിപ്പോ ഏറ്റവും വിശ്വാസം നിന്നെയാണ്. പക്ഷെ നീ മറ്റുള്ളവരെ വിശ്വസിക്കാൻ തയ്യാറാവണം. ഗ്രാമത്തിന് വേണ്ടി ഓടാൻ നീ റെഡി ആയിരിക്കണം. എന്റെ ജീവൻ കൊടുത്തും
ഞാൻ ഈ പട്ടണത്തെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ആഘോഷങ്ങൾ തുടങ്ങും. പക്ഷെ കുട്ടപ്പന് ഇതെന്ത് റേസാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ സാക്കുറ വളരെ വ്യക്തമായിട്ട് കുട്ടപ്പന് ഒന്നൊന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കും. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടുന്ന് കപ്പൽ ഉപയോഗിച്ച് നെക്സ്റ്റ് പോയിന്റിലെത്തണം. അവിടുന്ന് ഒരു സംഗതി എടുത്ത് ഓർഡറോ ഗ്രാമത്തിലേക്ക് തന്നെ വരണം. അവിടെ എത്താനായിട്ട് ഒരുപാട് ഷോർട്ട് കട്ട്സ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമ്മളെ പോലെ തന്നെ എതിർ ടീമിനും നിഞ്ചാസ് ഉണ്ടാവില്ലേ, അവരെ ശ്രദ്ധിക്കണ്ടേന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ സാക്കുറ ആവട്ടെ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മറീന ഇത് കേട്ടിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് വായി നോക്കി നിന്നാ മാത്രം മതി എന്ന് പറയുമ്പോ കുട്ടപ്പന് കൺട്രോൾ പോയിട്ട് അവനെ ചവിട്ടി കൂട്ടാൻ തോന്നും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അനൗൺസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കാത്തിരുന്ന ആ ഒരു മഹാമഹ റേസ് അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ പോവുകയാണ്. വസാബി ഫാമിലിക്ക് വേണ്ടി ഓടാൻ പോകുന്നത് മൊറീനോ. അപ്പൊ കാക്കാഷി വണ്ടടിച്ച് ഇവനാണോ മൊറീനോ എന്നും പറഞ്ഞ് അവനെ നോക്കി നിൽക്കും. അടുത്തതായി വഗാരഷി ഫാമിലിക്ക് വേണ്ടി ഓടാൻ പോകുന്നത് ഫുക്കുഷിക്കെ എന്ന് പറയുമ്പോ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം തന്നെ കൈയടിച്ച് ആർപ്പ് വിളിക്കാൻ തുടങ്ങും. റെഡി 1 2 3 ഗോ എന്ന് പറയുമ്പോ നമ്മുടെ രണ്ടാൾക്കാരും വാതിലും തള്ളി തുറന്ന് ഓടാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ മുമ്പോട്ട് എടുത്തു ചാടി വാ നമുക്ക് ഓടാന്ന് പറയും. ശരിക്കും അപ്പോഴായിരിക്കും ഒരു ട്വിസ്റ്റ്. മൊറീനോ വഴിതെറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആൾക്കാര് നിക്കടാ ഓടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവന്റെ പുറകെ ഓടും. അങ്ങനെ 3 പേരും 3 ദിശയിൽ ഓടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.